പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമ ശ്രീമൻ CJ റോയ് അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലുള്ള കേന്ദ്ര ഓഫീസിൽ നടന്ന ഒരു ഇൻകം ടാക്സ് പരിശോധനയുടെ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇപ്പോഴും കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബഹുഭൂരിപക്ഷം ചർച്ചകളും ശ്രീമൻ CJ റോയെ മഹത്വവൽക്കരിക്കുന്ന നിലയിലുള്ള ചർച്ചകളാണ്, പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങൾ. ദൃശ്യമാധ്യമങ്ങളിൽ ഏതാണ്ട് അങ്ങനെ തന്നെ. സാമൂഹ്യ മാധ്യമങ്ങളിലെ റീലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ മഹാനായൊരു മനുഷ്യൻ നമ്മെ വിട്ട് പിരിഞ്ഞു പോയല്ലോ എന്ന് സൂചിപ്പിക്കുന്ന റീലുകൾ ഇങ്ങനെ അതിൻ്റെ ഒരു മലവെള്ള പാച്ചിലാണ് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും. വീഡിയോകളും ഏതാണ്ട് അങ്ങനെ തന്നെ. ഒരു അവതാര പുരുഷൻ ആയിരുന്നു ശ്രീമൻ CJ റോയ്. അദ്ദേഹം അവിചാരിതമായി നമ്മെ വിട്ടുപിരിഞ്ഞത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ വലിയ കാരുണ്യവാനായിരുന്നു, വലിയ ശതകോടീശ്വരനായിരുന്നു, പണത്തിനോട് ആർത്തിയുള്ളവനായിരുന്നില്ല. 10-20 വർഷക്കാലം ഒരു പൈസയുടെ കടം പോലുമില്ലാതെ വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോയൊരു വലിയ മനുഷ്യൻ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എന്നൊക്കെ ഉള്ള നിലയിൽ പൊതുവിൽ അദ്ദേഹത്തെ വലിയ തോതിൽ മഹത്വവൽക്കരിക്കുന്ന നിലയിലുള്ള ഒരു പ്രചാരണം പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസക്കാലമേ അദ്ദേഹത്തിൻ്റെ ആകസ്മികമായിട്ടുള്ള മരണത്തെ തുടർന്ന്, ആത്മഹത്യയെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പം യൂട്യൂബൊക്കെ നമ്മൾ തുറന്നു വെച്ചാൽ ഈ CJ റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളോ റീലുകളോ ഒന്നും കാണാതെ നമുക്ക് യൂട്യൂബ് അടച്ചു വെക്കാൻ കഴിയില്ല. ആ നിലയിലുള്ള വലിയൊരു മലവെള്ളപ്പാച്ചിലാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, CJ റോയ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായി പോയി, വളരെ ഖേദകരമായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഒരാൾ മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നത് നമുക്ക് മനോവ്യഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പൊടുന്നനെ നമ്മെ വിട്ടു പോയത് നമുക്കൊക്കെ മനോവ്യഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അദ്ദേഹം നമ്മെ വിട്ടുപിരിയാനുണ്ടായതോ അല്ലെങ്കിൽ അദ്ദേഹം പൊടുന്നനെ ഒരു ഇൻകം ടാക്സ് പരിശോധനയുടെ ഇടയിൽ അദ്ദേഹം പൊടുന്നനെ ആത്മഹത്യ ചെയ്യാനോ ഇടയായ വസ്തുതകൾ നമ്മൾ വസ്തുനിഷ്ഠമായി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ അസുഖകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉയർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് അവഗണിക്കാനാവില്ല, തള്ളിക്കളയാനാവില്ല. അതിൻ്റെ ഒരു ഭാഗം ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു. ഏതാണ്ട് 8,000 മുതൽ 10,000 കോടി രൂപയുടെ വരെ ആസ്തിയുള്ള വലിയൊരു റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു. കേരളത്തിൽ തന്നെ ഏതാണ്ട് 1000-ലധികം ഫ്ലാറ്റുകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഏതാണ്ട് 150ഓളം പ്രോജക്റ്റുകൾ കേരളത്തിലും ബാംഗ്ലൂരിലും ദുബായിലുമൊക്കെയായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു അതിതീവ്ര സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിനുള്ള കാറുകളുടെ ശേഖരം, അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. കാരണം സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാറിന് 18 ലക്ഷം രൂപ ഇൻഷുറൻസ് പ്രീമിയം വരെ നൽകുന്നു എന്നുള്ള വിവരം. അതുപോലെ തന്നെ അദ്ദേഹം ആദ്യം വാങ്ങിയ ഒരു മാരുതി കാറ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ആർക്കോ വിറ്റിട്ട് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 10 ലക്ഷം രൂപയുടെ ഇനാം പ്രഖ്യാപിച്ച് അത് തിരിച്ചു പിടിച്ച കാര്യം, അങ്ങനെ ഒരുപാട് ഒരുപിടി കഥകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സ്വത്തിൻ്റെ സ്രോതസ് ആധികാരികമായി വെളിപ്പെടുത്താൻ കഴിയാതിരുന്നതാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇന്നിപ്പോൾ ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വത്തിൽ കവിഞ്ഞ ഒരു വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത്, അദ്ദേഹം കാണിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സ്വത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ള വിവരം ഇൻകം ടാക്സിൻ്റെ ഒക്കെ തന്നെ അന്വേഷണത്തിലൂടെ പുറത്തു വരും എന്നും, പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് പൊതുമണ്ഡലത്തിലുണ്ടായിരുന്ന ഖ്യാതി, പ്രശസ്തി, അതിനൊക്കെ വലിയ കോട്ടം തട്ടും എന്നറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം ഈ പറഞ്ഞ പോലെ ഒരു ആത്മഹത്യയിലൂടെ അവസാനിപ്പിച്ചത് എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെ ഒരു വലിയ മാഫിയകളുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹം ആരുടെയൊക്കെയോ ബിനാമിയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്.
അദ്ദേഹം ബിനാമിയായിരുന്നത് ഈ പറഞ്ഞ പോലെ ഗൾഫിലൊക്കെ ഉള്ള മാഫിയയുടെ ബിനാമിയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. കർണാടകത്തിലെയും കേരളത്തിലെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബിനാമിയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു പലതരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ഇൻ്റർപ്രിറ്റേഷൻസ് അതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, അദ്ദേഹം ഒരു നയാ പൈസയുടെ കടം പോലും ഇല്ലാത്ത, ഒരു നയാ പൈസയുടെ വായ്പ പോലും ഒരു ബാങ്കിൽ നിന്ന് എടുക്കാത്ത ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെലവഴിച്ചു കൊണ്ടിരുന്ന പണത്തിൻ്റെ സ്രോതസ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ വസ്തുനിഷ്ഠമായി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വിശദീകരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അദ്ദേഹത്തിനെതിരെ ഇൻകം ടാക്സിൻ്റെ പരിശോധന മാത്രമല്ല, EDയുടെ പരിശോധന മാത്രമല്ല, ഇന്റർപോളിൻ്റെ അന്വേഷണത്തിൽ പോലും അദ്ദേഹം വിധേയനായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ അനധികൃത സ്വത്തിൻ്റെ ഉടമയായിരുന്നുവെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സ്വത്തിൻ്റെ സ്രോതസ് അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല എന്ന് പറയുമ്പോഴും വളരെ ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിക്കൊണ്ട് വന്നിരുന്നത് എങ്കിൽ പോലും അദ്ദേഹം പൊതുമണ്ഡലത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന ഒരു ആത്മവിശ്വാസവും അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പൊതുമണ്ഡലത്തിലെ ഒരു പ്രതിച്ഛായയും അത് വളരെ പ്രധാനമായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം പൊതുമണ്ഡലത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ആ പ്രതിച്ഛായയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ദുരൂഹമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് പണമൊക്കെ ലഭിച്ചിരുന്നെങ്കിലും അത്തരം കാര്യങ്ങളൊന്നും ചർച്ചയാക്കാതെ അദ്ദേഹത്തിന് ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഇമേജ് അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ അവിചാരിതമായി അദ്ദേഹം ആത്മഹത്യ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വലിയ മഹാനായിരുന്നു, ഒരു മഹത് കഥാപാത്രമായിരുന്നു എന്നുള്ള നിലയിൽ. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവനോടെ ഇരുന്നപ്പോൾ അദ്ദേഹം മനഃപൂർവ്വം വളർത്തിയെടുത്ത ഒരു പ്രതിച്ഛായയുടെ ഒരു തുടർച്ചയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ദുരൂഹമായിരുന്നെങ്കിലും പൊതുമണ്ഡലത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് താനൊരു വലിയ മനുഷ്യനാണെന്നും താനൊരു കാരുണ്യവാനാണെന്നും താനൊരു മഹാനാണെന്നും ഒക്കെയുള്ള പ്രതിച്ഛായ അദ്ദേഹത്തിന് പൊതുമണ്ഡലത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു, എങ്ങനെയൊക്കെയാണ് അദ്ദേഹം പൊതുമണ്ഡലത്തിൽ താനൊരു വലിയവനാണ്, താനൊരു വലിയ മനുഷ്യനാണ് എന്നുള്ള ഒരു ഇമേജ്, ഒരു ബ്രാൻഡ് അദ്ദേഹത്തിന് എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇനിയുള്ള ഭാഗത്ത് ഞാൻ പറയാം. അതിലൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, തൻ്റെ കമ്പനി ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ് എന്നുള്ള ഒരു പ്രചരണം വളരെ സക്സസ്ഫുള്ളായി അദ്ദേഹത്തിന് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു. അത് വളരെ പ്രധാനവുമാണ്. കാരണം ഏതൊരു ബിസിനസ് സ്ഥാപനം എടുത്താലും, ഏതൊരു വലിയ ബിസിനസ് സാമ്രാജ്യം എടുത്താലും, ആ സാമ്രാജ്യത്തിന് എത്ര ലാഭമുണ്ടെന്നും എത്ര വിറ്റുവരവുണ്ടെന്ന് പറഞ്ഞാലും ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽസ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ സ്ഥാപനത്തിന് വലിയ തോതിൽ കടമുണ്ട്, വായ്പയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ അംബാനിയുടെ കാര്യം എടുത്താലും അദാനിയുടെ കാര്യം എടുത്താലും ഇന്ത്യയിലെയൊക്കെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് കുത്തകകൾ ആണ് ഈ സ്ഥാപനങ്ങളെങ്കിലും അവർക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടബാധ്യതകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് സിമൺ CJ റോയ് തൻ്റെ സ്ഥാപനമായിട്ടുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ വളരെ സക്സസ്ഫുള്ളായി ബ്രാൻഡ് ചെയ്തിരുന്നത് എങ്ങനെ? ആസ് എ സീറോ ഡെറ്റ് കമ്പനി, സീറോ ലോൺ കമ്പനി. അപ്പോൾ അതായിരുന്നു അയാളുടെ ബ്രാൻഡിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. രണ്ടാമത്തെ, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കഥകൾ, അദ്ദേഹം കോവിഡ് കാലത്ത് പോലും ഒരാളെ പോലും പിരിച്ചുവിട്ടിരുന്നില്ല എന്നുള്ള തൻ്റെ അനുഭവം, കോവിഡ് കാലത്ത് പോലും ഒരു ജീവനക്കാരനും ശമ്പളം കൊടുക്കാതിരുന്നില്ല എന്നുള്ള വാദഗതി, അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വലിയ തോതിൽ ആത്മവിശ്വാസം ഉപഭോക്താക്കൾക്ക് വർദ്ധിക്കാൻ സഹായകരമായി എന്നുള്ളത് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിഗത ബ്രാൻഡാണ് വികസിപ്പിച്ചത്. അതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് പല കമ്പനികളും, ഇപ്പോൾ ശോഭ ഡെവലപ്പേഴ്സ് ഉണ്ട്, പുറവങ്കര എന്നൊക്കെ പറഞ്ഞ ഒരു പിടി റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളുണ്ട്. ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒന്നും ഉടമകൾ ആരാണ് എന്ന് നമുക്ക് അറിയാൻ പാടില്ല, ഇപ്പോഴും അറിയാൻ പാടില്ല. ശോഭ ഡെവലപ്പേഴ്സിൻ്റെ ഉടമ ശോഭ മേനോൻ എന്ന് നമുക്കറിയാമെങ്കിലും ഇത്തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒന്നും ഉടമകൾ ആരാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധാരണ കഴിയാറില്ല.
പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം തൻ്റെ പേരിൽ അറിയപ്പെടണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായി. ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻറ്റ് റോയ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഈ സിനോണിമസ് വിത്ത് CJ റോയ് എന്നുള്ളതായിരുന്നു. അപ്പം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യക്തിഗതമായി അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രതിച്ഛായ വളർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രതിച്ഛായയും വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മറ്റ് ചില മേഖലകളിൽ മുതൽ മുടക്ക് നടത്തിയിരുന്നു, മറ്റ് ചില മേഖലകൾ ഉപയോഗിച്ചു. അതിൽ രണ്ട് മേഖല എന്ന് പറഞ്ഞാൽ, ഒരു മേഖല എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയും, രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ദൃശ്യ മാധ്യമ മേഖലയുമായി. സിനിമാ മേഖലയിൽ അദ്ദേഹം സിനിമകൾ എടുത്തു. ആ സിനിമകളൊക്കെ വലിയ വമ്പൻ പരാജയമായിരുന്നുവെങ്കിലും വേറൊരു തരത്തിൽ അദ്ദേഹത്തിന് വലിയ പബ്ലിസിറ്റി അതിലൂടെ കിട്ടി. ഇപ്പോൾ 2012-13 അദ്ദേഹം മോഹൻലാലിനെ വെച്ചെടുത്തിട്ടുള്ള കാസനോവ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുണ്ട്. മോഹൻലാലും ഒരുപിടി നായികമാരുമുള്ള ഒരു പടമായിരുന്നു. ആ പടം 8 നിലയിൽ പൊട്ടിയെങ്കിലും കേരളത്തിലെ എക്കാലത്തെയും ഏറ്റവും ഈ പറഞ്ഞതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള നിലയിൽ അതിപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് 12-13 കോടി രൂപ അക്കാലത്ത് ചെലവഴിച്ച, കുറേ വർഷക്കാലം കേരളത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിനിമ എന്നുള്ള നിലയിൽ കാസനോവ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അതൊരു നഷ്ടക്കച്ചവടമായിരുന്നെങ്കിൽ. അതുപോലെ തന്നെ എന്താണ് മരക്കാർ, അറബിക്കടലിലെ സിംഹം എന്ന് പറഞ്ഞ വേറൊരു സിനിമ മോഹൻലാൽ വെച്ചിട്ട് അതും വലിയ പരാജയമായിരുന്നെങ്കിലും അതും ഒരു തരത്തിൽ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പബ്ലിസിറ്റി ഉണ്ടായി കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഒന്നാമത്തെ കാര്യം സീറോ ഡെറ്റ് കമ്പനി. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് നടത്തിയിട്ടുള്ളത്. മൂന്ന്, അദ്ദേഹം സിനിമാ രംഗത്ത് നടത്തിയിട്ടുള്ള ഇടപെടൽ. അതുപോലെ തന്നെ സുപ്രധാനമായി അദ്ദേഹത്തിന് വലിയൊരു അദ്ദേഹത്തിനെ വലിയൊരു ബ്രാൻഡായി വളർത്തിയത് അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളിലെ ചില പ്രധാനപ്പെട്ട പരിപാടികൾക്ക് നൽകിയ സാമ്പത്തിക സഹായമാണ്. അതിലൊന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയാണ്. അത് കേരളത്തിലുമുണ്ട്, കന്നഡയിലുമുണ്ട്. അത് വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു വലിയ പരിപാടിയാണ് ബിഗ് ബോസ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്പോൺസർ എന്ന് പറയുന്നത് ഈ കോൺഫിഡൻറ്റ് റോയുമായിരുന്നു. അത് അദ്ദേഹത്തിന് വലിയ തോതിൽ പ്രശസ്തി നേടിക്കൊടുത്ത ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ, ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ, അതിൻ്റെയും പ്രധാനപ്പെട്ട സ്പോൺസർ കോൺഫിഡൻറ്റ് റോയായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ സ്രോതസ്സൊക്കെ ദുരൂഹമായിരുന്നു. അദ്ദേഹം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം അദ്ദേഹത്തിന് വരുന്നുണ്ടായിരുന്നു. ആ വരുന്ന പണം എവിടെ നിന്നായിരുന്നു വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഒരു പിടിയുണ്ടായിരുന്നില്ല. വർഷങ്ങളായി അദ്ദേഹത്തിനെതിരെ ഇൻകം ടാക്സ്, ED, ഈവൻ ഇന്റർപോളിൻ്റെ വരെ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ ഈ പേഴ്സണലായിട്ട് നടത്തിയിട്ടുള്ള ബ്രാൻഡിങ്, ആ ബ്രാൻഡിങ് വഴിയാണ് അദ്ദേഹം തനിക്കെതിരായിട്ടുള്ള നെഗറ്റീവ്സ് മുഴുവൻ ഇല്ലാതാക്കി താനൊരു വലിയ മനുഷ്യനാണ് എന്നുള്ള ചിത്രം പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിലൊന്ന് സീറോ ഡെറ്റ് കമ്പനി എന്നുള്ളതായിരുന്നു. കോവിഡ് കാലത്ത് പോലും ആരെയും പിരിച്ചുവിടാതെ എല്ലാവർക്കും ശമ്പളം കൊടുത്ത കമ്പനി എന്നുള്ളതായിരുന്നു. മൂന്നാമത് അദ്ദേഹം പേഴ്സണലായിട്ട് അദ്ദേഹത്തെ തന്നെ ബ്രാൻഡ് ചെയ്യാൻ എടുത്ത തീരുമാനമായിരുന്നു. നാലാമത്തത് സിനിമാ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ. അതുപോലെ തന്നെ അഞ്ചാമത്തത് അദ്ദേഹം ദൃശ്യമാധ്യമ രംഗത്ത് നടത്തിയിട്ടുള്ള ഇടപെടൽ. ഈ 5 ഇടപെടൽ മൂലമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുരൂഹമായിട്ടുള്ള പശ്ചാത്തലം മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് താൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് എന്നുള്ള ബോധ്യം പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തിന് വളർത്തിയെടുക്കാൻ കഴിഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഇപ്പോഴും അത് തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കോടികൾ ലഭിച്ചവരാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ. അദ്ദേഹത്തിൽ നിന്ന് കോടികൾ ലഭിച്ചതാണ് സിനിമാരംഗം. അപ്പോൾ ആ സിനിമാ രംഗത്തുള്ളവരും ആ ദൃശ്യമാധ്യമ രംഗത്തുള്ളവരും ഒക്കെ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തൻ്റെ ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മറച്ചു വെക്കാൻ വേണ്ടി വളരെ ബുദ്ധിപരമായി നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും.